പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കെ-ഡിസ്ക്, SSK എന്നിവ സംയുക്തമായി 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന YIP ശാസ്ത്രപദം 7.0 പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹരിപ്പാട്, കായംകുളം സബ് ജില്ലകളിൽ നിന്നുമുള്ള പ്രിലിമിനറി വിജയികൾക്കായി ക്ലാസുകൾ കായംകുളം BRCയിൽ നടന്നു. കായംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കെ-ഡിസ്ക്, SSK എന്നിവ സംയുക്തമായി 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന യങ് ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാം ശാസ്ത്രപദം 7.0യുടെ ഭാഗമായി ഹരിപ്പാട്, കായംകുളം സബ് ജില്ലയിൽ നിന്നുള്ള പ്രിലിമിനറി വിജയികൾക്കുള്ള ക്ലാസുകൾ കായംകുളം BRCയിൽ സംഘടിപ്പിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ അന്വേഷണാത്മക പഠനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോവുക, നിത്യജീവിതത്തിലെ പ്രശ്ന സന്ദർഭങ്ങളെ തിരിച്ചറിയുവാനും അപഗ്രഥിക്കുവാനും നിർദ്ധാരണം ചെയ്യുവാനും ആവശ്യമായ നൈപുണികൾ വികസിപ്പിക്കുക, പ്രശ്നപരിഹാരത്തിനും പ്രോട്ടോടൈപ്പ് നിർമ്മാണത്തിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ബ്ലോക്ക് തല ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. കായംകുളം BPC ബിന്ദുമോൾ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. സിന്ധു അധ്യക്ഷത വഹിച്ചു. കായംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്രജ്ഞരുടെ കഠിനമായ പ്രയത്നത്തിന്റെയും അവരുടെ ദീർഘവീക്ഷണത്തിന്റെയും ഒക്കെ പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ യന്ത്രവൽകൃത ലോകത്തിൽ കാണുന്ന ഓരോ കാര്യങ്ങളും. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മൈക്കടക്കം, നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യിൽ ലോകത്തന്നെ ഒരു വിരൽത്തുമ്പിൽ കൊണ്ടെത്തിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം, ഇതെല്ലാം ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ ഭാഗമാണ്. നിങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് നിങ്ങളുടെ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനും ഒക്കെ തന്നെയായി ഒരുപാട് പ്രവർത്തനങ്ങൾ ക്ലാസ് മുറി തൊട്ട് അതുപോലെ തന്നെ വിവിധതരം മേളകൾ, ശാസ്ത്രമേളകളും ഒക്കെയായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആണ് ഈ ഇത്തരത്തിൽ യങ് ഇന്നവേറ്റീവ് പ്രോഗ്രാം എന്ന തലത്തിൽ നിങ്ങളുടെ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനും നിങ്ങളുടെ ആശയങ്ങൾ, കുഞ്ഞുങ്ങളായ നിങ്ങളിലും ഒട്ടനവധി ആശയങ്ങളുണ്ട്. ഒരുപാട് സർഗവാസനകൾ കൊണ്ട് സമ്പന്നരാണ് നിങ്ങൾ ഓരോരുത്തരും. വ്യത്യസ്തങ്ങളായ കഴിവുകളാൽ നിങ്ങൾ ഓരോരുത്തരും സമ്പന്നരാണ്. സയൻസിന്, ശാസ്ത്രത്തിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ദൈനംദിനം ഉണ്ടാകുന്ന മാറ്റങ്ങൾ എത്രമാത്രമാണെന്ന് നമുക്ക് വിചാരിക്കാവുന്നതിലപ്പുറമാണ് ശരിക്കും. ഓരോ ദിവസവും ഇപ്പോൾ ടെക്നോളജിയിൽ തന്നെ ഉണ്ടാകുന്നൊരു മാറ്റം, ഇന്നലെ ഉണ്ടായ മാറ്റത്തിനേക്കാളും വ്യത്യസ്തമായിട്ട് മികച്ച മാറ്റങ്ങളാണ് ഓരോരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാറ്റം സയൻസിൽ ഉണ്ടായത് ഇപ്പൊ നമ്മൾ കാണുന്ന മാതിരി അത്ര ഡ്രാസ്റ്റിക് ആയിട്ട് അത്ര വേഗത്തിൽ നടക്കുന്നൊരു മാറ്റമായിരുന്നില്ല പണ്ട്. ഭൂമിയിൽ ഉടലെടുത്തത് മുതൽ എത്രയോ കാലം യാതൊരു മാറ്റങ്ങളും ഉണ്ടാവാതെ, അതായത് മാറ്റങ്ങൾ വളരെ 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 സാവധാനം മാത്രം ഈ കണ്ടുപിടിച്ചതിലൂടെ, ചക്രങ്ങളുടെ കണ്ടുപിടുത്തം, ഇതൊക്കെ വളരെ 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 വർഷങ്ങൾക്ക് കൊണ്ടുള്ള മാറ്റമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും വന്നേക്കുന്നത് കെ-ഡിസ്ക് അറിയാമോ? കേട്ടിട്ടുണ്ടോ? ആ എംബ്ലം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഓക്കെ, കെ-ഡിസ്കിന്റെ ഒരു മുൻനിര പദ്ധതിയായിട്ടുള്ള യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൽ നിങ്ങളുടെ കുട്ടികളുടെ പുത്തൻ ആശയങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് YIP. നിങ്ങൾക്ക് അറിയാം, ഈ ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എനിക്ക് തോന്നുന്നു പുസ്തകത്തിൽ ഉണ്ടാവില്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പുസ്തകത്തിൽ പഠിക്കാൻ ഉണ്ടാവില്ല. ഇതൊരു ഔട്ട് ഓഫ് ദി ബോക്സ് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ChatGPT ഒക്കെ എല്ലാവർക്കും അറിയില്ലേ? ഗിബ്ലി എഫക്റ്റ് ഒക്കെ എല്ലാവരും ചെയ്ത് നോക്കിയായിരുന്നോ? ഓക്കെ, അപ്പം അതൊക്കെ ഒരു ഇന്നോവേഷൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ്. ChatGPT ഒക്കെ വന്നിട്ട് കുറച്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ, എന്നിട്ട് പോലും ഈ ഒരു ലെവലിലോട്ട് നമുക്ക് വളരാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഇന്നോവേഷൻ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കായംകുളം BRC ട്രെയിനർ ലത KS, ഹരിപ്പാട് ട്രെയിനർ രശ്മി ഭായ്, കായംകുളം BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷാഹിദ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കായംകുളം BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ V. അനിൽ ബോസ് നന്ദി പറഞ്ഞു. കായംകുളം BRC പരിധിയിലുള്ള സ്കൂളുകളിൽ നിന്നും 21 കുട്ടികളും ഹരിപ്പാട് BRC പരിധിയിലുള്ള 14 കുട്ടികളും ഉൾപ്പെടെ 35 കുട്ടികളാണ് ക്ലാസ്സിൽ പങ്കെടുത്തത്. CDNet ന്യൂസ്, കായംകുളം.